ഹലോ ഗൈസ്, വെൽക്കം ബാക്ക് ടു 24 ട്രാവൽ. 24 ട്രാവലിൻ്റെ പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. അപ്പോൾ നമ്മളിത് ഇന്ന് ഒരു മൺഡേ ആയിട്ട് നമ്മൾ ചെറിയൊരു ട്രിപ്പ് അറേഞ്ച് ചെയ്ത് ഇങ്ങനെ വന്നേക്കാം കേട്ടോ. അപ്പോൾ നമ്മൾ ആദ്യം തന്നെ ചാലക്കുടി കൊരട്ടി പള്ളിയിലൊക്കെ കയറിയിട്ടാണ് പിന്നെ നമ്മളിപ്പോൾ തുമ്പൂർ മൊഴിയിൽ എത്തിയേക്കാണ്, ഡാമിൻ്റെ അടുത്ത് എത്തിയേക്കാണ്. അപ്പോൾ നമ്മൾ ചെറിയ പയ്യനുള്ളത് കൊണ്ട് നമ്മൾ എന്ത് ചെയ്ത് ചിൽഡ്രൻസ് പാർക്കുള്ളൊരു ഏരിയ കുറച്ച് അറേഞ്ച് ഏരിയ ഒക്കെ ആയിട്ട് തിരഞ്ഞെടുത്ത് തന്നെ. അപ്പോൾ നമ്മൾ അതിരപ്പള്ളിയിലേക്ക് ഒരുപാട് പ്രാവശ്യം പോയിട്ടുണ്ട്. കഴിഞ്ഞ പ്രാവശ്യം വന്നപ്പോൾ പോയേക്കാൻ തന്നെ. അപ്പം നമ്മൾ ഇവിടുത്തെ വീഡിയോ നമ്മൾ ചെയ്തിട്ടില്ല, ഇവിടെ അധികം വന്നിട്ടില്ല തുമ്പൂർ മൊഴി. അപ്പോൾ എല്ലാവരും മനക്കപ്പാറ, വാടച്ചാൽ, അതിരപ്പള്ളി അങ്ങനെ പോകാറ്. ഇവിടെ കയറി പോണതൊക്കെ അപൂർവമാണ്. അപ്പോൾ അതുകൊണ്ട് നമ്മളിവിടെ വന്നിട്ട് നമ്മളിതിപ്പോൾ ഉച്ചക്കാലത്തുള്ള ഫുഡും കാര്യങ്ങളൊക്കെ നമ്മൾ ഇവിടെ നിന്ന് കഴിക്കണേ. അപ്പോൾ ഇവിടുന്ന് കഴിച്ചിട്ട് നേരെ കൊച്ചിനെയും കൊണ്ട് ചിൽഡ്രൻസ് പാർക്കിൽ പോകാം. അത് കഴിഞ്ഞിട്ട് ഭക്ഷണമൊക്കെ ഇവിടെ വെച്ച് കഴിക്കണതിനൊന്നും ഒരു കുഴപ്പമില്ല. പക്ഷേ നമ്മളുടെ ഫുഡിൻ്റെ വേസ്റ്റും സാധനങ്ങളൊക്കെ നമ്മൾ തിരിച്ച് നമ്മൾ കൊണ്ടുപോകണം. ഒരു സാധനങ്ങൾ നമ്മൾ ഇടാൻ ഒന്നാമത് പ്ലാസ്റ്റിക് പോലുള്ള സാധനങ്ങൾ നമ്മൾ കൊണ്ടുപോകാൻ പാടില്ല. നമ്മൾക്ക് ആകെ ഉള്ളത് നമ്മുടെ അടുത്ത് ഈ വെള്ളത്തിൻ്റെ ഒരു കുപ്പി മാത്രമേ ഉള്ളൂ കേട്ടോ, പ്ലാസ്റ്റിക്കിൻ്റെ. അപ്പോൾ എല്ലാവരും നമ്മൾ ഇവിടുന്ന് കൊണ്ടുപോകണം, ഇവിടെ ഒന്നും ഇടാൻ പാടില്ല. അപ്പോൾ നമ്മളിത് കഴിച്ച് കഴിഞ്ഞിട്ട് നേരെ ചിൽഡ്രൻസ് പാർക്കിൽ പോകും. പിന്നെ അത് കഴിഞ്ഞിട്ട് വെള്ളം കുറവാണെന്ന് തോന്നണം, അധികം സൗണ്ടും കാര്യങ്ങളൊന്നും കേൾക്കാനില്ല. അപ്പോൾ വെള്ളം ഈ ഒരു അവസ്ഥയിൽ വെള്ളം കുറവാണ്. അപ്പോൾ നമ്മൾ വെള്ളത്തിൽ ഇറങ്ങുന്നുണ്ട്. പിന്നെ അതുപോലെ പറ്റുന്നുണ്ടെങ്കിൽ നമ്മൾ ചൂണ്ടിടാനായിട്ട് നോക്കണ്ട കേട്ടോ. അപ്പോൾ നമ്മൾ നേരെ ഭക്ഷണം കഴിക്കാനായിട്ട് പോകണം. അപ്പോൾ ചോറുണ്ട്, പിന്നെ റൈസ് ഉണ്ട് അല്ലേ, റൈസ് അതായത് റൈസ് 2 പ്രാവശ്യം ചോറും പിന്നെ റൈസും പറഞ്ഞല്ല, അത് വേറെ ഒന്നുമല്ല, ബിരിയാണി റൈസാണ് ഉണ്ടെന്ന് പറഞ്ഞേട്ടാ. പിന്നെ ഇതെന്ത് ദോശ, ഒനീനും ഇട്ടിട്ടേക്കണുള്ള ദോശയാണ്. അങ്ങനെയുണ്ട് നോട്ടേട്ടോ. ഞാനിത് ഫസ്റ്റ് ടൈം കഴിക്കാൻ പോണേ. സൂപ്പറാണ്, കുഴപ്പമില്ല. ശേഷം പുളി കൂടിപ്പോയിരുന്നു. മാവ്, ചമ്മന്തി, ടൊമാറ്റോ, സൂപ്പർ, അടിപൊളി സൂപ്പർ. അപ്പോൾ ഇത് കഴിച്ചിട്ട് വരാം കേട്ടോ. അർമാദിക്കാൻ വേണ്ടി ഇറങ്ങാം കേട്ടോ. ഫുഡൊക്കെ കഴിച്ചെല്ലാവരും കഴിഞ്ഞ് അർമാദം ഉണ്ണി മൊത്തം ഇവിടുന്ന് പോകണവർ. പക്ഷേ നല്ല വെയിലുണ്ട്. നമ്മളപ്പോൾ പാർക്കിൽ പോകണം. പിന്നെ ബട്ടർഫ്ലൈയുടെ ഒരു പാർക്കുണ്ട്, അവിടെ പോകണം. പിന്നെ താഴെ കുളിക്കാൻ പോകണം. നമ്മൾ പാർക്കിലെത്തിയേക്കാണ് കേട്ടോ. അവനാണെങ്കിൽ ഒന്നും കയറുന്നില്ല. നമ്മൾ വേറൊരു സംഭവമായിട്ട് വന്നേക്കണേ. ഇത് അവിടെ ചെല്ലുമ്പോൾ സ്പോട്ടിലെത്തിക്കഴിഞ്ഞിട്ട് കാണിച്ചു തരാം എന്താണെന്ന്. അപ്പോൾ നമ്മളിത് വ്യൂ പോയിന്റിലെത്തിയേക്കണ്ട. ഇനി നമ്മൾ ബ്രിഡ്ജിൽ കൂടെ തൂക്കുപാലം കയറി അപ്പുറം വന്നതിന് ശേഷമാണ് നമ്മളെ പരിപാടി തുടങ്ങാൻ പോകുന്നത്. വെള്ളത്തിലിറങ്ങണം. പിന്നെ വേറെ ഇവിടെ കണ്ടു കഴിഞ്ഞാൽ പിടിക്കപ്പെടും. നോക്കി തെർമോക്കോളിൻ്റെ പീസ് മാത്രമല്ല കേട്ടോ, അതിൽ ടാങ്കീസ് ഉണ്ട്, കുളത്തുണ്ട്. നമ്മൾ തുമ്പൂർ മൊഴിയിൽ ചൂണ്ടിടാൻ വന്നേക്കാണ് ശരിക്കും പറയുകയാണെങ്കിൽ. ഒരു വണ്ടി ട്രിപ്പുമായി. അപ്പോൾ കുറേ നാളായി ഇവിടെ നമ്മൾ അതിരപ്പള്ളിയിൽ വെച്ച് ഇതുപോലെ തന്നെ വെള്ളത്തിലിറങ്ങി കഴിഞ്ഞാൽ വലിയ മീനൊക്കെ ഉണ്ട്. അപ്പം എന്തായാലും ഇനി വരുന്ന സമയത്ത് ഇത് കൊണ്ടുവരണം. അപ്പം നമ്മളിവിടെ ഇത് കാണിച്ചിട്ടില്ല. കണ്ടു കഴിഞ്ഞാൽ ചിലപ്പോൾ അവരെങ്കിലും പറയും. അതുകൊണ്ടാണ് നമ്മൾ നമ്മൾ ആ പാലത്തിൽ വഴി കയറി പോകണം. പാലത്തിൽ വഴി കയറിയിട്ട് വേണം അപ്പുറത്തേക്ക് ഇറങ്ങിയിട്ട് റോഡിലേക്ക് എത്താൻ. നമ്മൾ അങ്ങോട്ട് പോകാൻ തന്നെ. പാർക്കിൽ റേയാൻ കിടന്ന് കളിക്കുന്നുണ്ട്. ഇതെങ്ങനെ കത്താല് ഇങ്ങനെ കേൾക്കും. തുമ്പൂർ മുടിയുള്ള ഗാർഡനിലെത്തിയേക്കാണ്ട് അവിടെ. അതിവിടെ നല്ല വലിയ ആരുണ്ട്, പേരാലി കണ്ട. അതിൻ്റെ പേരൊക്കെ ഇങ്ങനെ താഴേക്ക് തൂങ്ങി കിടക്കുന്നുണ്ട്. ഗാർഡനാണ് കൊടുക്കാൻ, ഒരു ചെറിയ ഗാർഡനാണ്. അവിടെ കയറി വന്നു ഷട്ടറിൻ്റെ അതിൽ കയറി വന്ന് എൻ്റെ കിതപ്പാണ്. നല്ല വെയിലുണ്ടല്ലോ, 1 മണി സമയമാണ് ഇപ്പം. ഗാർഡൻ ചെറിയൊരു ഗാർഡൻ ഉണ്ട്, നല്ല ഭംഗിയുണ്ട്. കറക്റ്റായിട്ട് നല്ല ഡിസിപ്ലിനൂടെ നല്ല അടിപൊളിയായിട്ട് വെട്ടി നിർത്തിയിട്ടുണ്ട്, ലെവൽ ചെയ്ത് നിർത്തിയിട്ടുണ്ട്. അപ്പോൾ
നമ്മളിപ്പോൾ ഹാങ്ങിങ് ബ്രിഡ്ജിൻ്റെ അടുത്തേക്ക് പോകാതാണ് കേട്ടോ. നമ്മൾ നേരത്തെ അവിടെ കാണിക്കുന്നില്ലേ, അപ്പോൾ ആ ബ്രിഡ്ജിലേക്കുള്ള വഴിയാണിത്. ഇതിലേം പോവാം. പിന്നെ നമ്മൾ വണ്ടി ഇട്ടേക്കാൻ എടുത്തു. നമ്മൾ ഫുഡ് കഴിച്ചതിൻ്റെ അതിൽ ഡയറക്റ്റായിട്ട് കയറി പോകാം, നേരെ കയറി പോകാറുണ്ട്. പക്ഷെ അവന് പാർക്കിൽ കളിക്കണം എന്നുള്ളത് കൊണ്ട് നമ്മൾ താഴേക്ക് ഇറങ്ങി വന്നാണ്ടാ. അപ്പോൾ കുറച്ച് നേരം കളിച്ച് അപ്പോൾ നമ്മൾ തിരിച്ച് ഹാങ്ങിങ് ബ്രിഡ്ജിൻ്റെ അവിടേക്ക് പോവാണ്. അപ്പോൾ നമ്മളിവിടെ എത്തിയേക്കണ്ട സ്റ്റെപ്പ് നമ്മളെടുത്ത് വെച്ചിട്ടുണ്ട്. ഹാങ്ങിങ് ബ്രിഡ്ജ് നമ്മുടെ വീടിൻ്റെ അടുത്ത് ഇതുപോലെ ഇതിൻ്റെ തന്നെ ചെറിയൊരു ബ്രിഡ്ജ് ഉണ്ട്. ഒരു പ്രാവശ്യം പോയിട്ടുണ്ട്, പക്ഷേ വീഡിയോ നിർത്തി. പക്ഷേ ഇതിൻ്റെ പകുതി വരെ സൂപ്പർ, നല്ല അടിപൊളി. പക്ഷേ ഇല്ലേ ഈ കാറ്റിൻ്റെ അടുത്ത് നമ്മൾ നടക്കണനുസരിച്ച് ഇങ്ങനെ ഷെയ്ക്കാണ്ട് വീഡിയോയിൽ കാണാൻ പറ്റുമായിരിക്കും, അറിയാൻ പറ്റുമായിരിക്കും. നല്ല പെയിന്റിങ്ങാണ്. ഇവിടെ എത്തിക്കഴിഞ്ഞപ്പോ നല്ല ആട്ടോ ഇനി സെന്ററിൽ രസമുണ്ട. ചെറിയ പിള്ളേരെ കൊണ്ടുപോയി കഴിഞ്ഞാൽ റെഡിയാവും കേട്ടോ. കാറ്റടിച്ചിട്ട് അവിടെ നിന്ന് ഇങ്ങോട്ട് കാറ്റടിച്ചിട്ട് ഈ സൈഡിലേക്ക് പോണ പോലെ അവിടെയൊക്കെ വെള്ളം കാണുന്നെങ്കിൽ ഇങ്ങനെ ഉണ്ടോ വെള്ളം അങ്ങനെ കടന്ന് നിർത്തി വെച്ചേക്കാണ്. ആ സൈഡിലൊക്കെ മഴ പെയ്ത് മാത്രം ഇവിടേക്ക് വെള്ളം ഇവിടെ എന്തായാലും ചൂണ്ടിടുന്നുണ്ട്. ഇതിൻ്റെ ഫ്രണ്ടിൽ കൂടെ ഉള്ള വഴിക്കെന്ന് പറഞ്ഞു ഇവിടെ ടിക്കറ്റ് എവിടെയാ? അപ്പോൾ നമ്മൾ വീണ്ടും ചമ്മി പോയിട്ടാ വരുന്നുണ്ടല്ലോ. അവിടെ നിന്ന് 120 രൂപ ടിക്കറ്റ് എടുത്ത് നമ്മൾ, അതായത് തുമ്പൂർ മൊഴിയുടെ ആ ഡാമിൻ്റെ അവിടെ അത് കാണണമെന്നുണ്ടെങ്കിൽ അതായത് ഗൈസ്. അപ്പോൾ നമ്മളിത് ഫുഡ് കഴിച്ചിട്ട് ഇറങ്ങിയില്ല, നമ്മൾ ആ ഹാങ്ങിങ് ബ്രിഡ്ജിൻ്റെ അതിൽ കൂടെ ക്രോസ് ചെയ്ത് ഇങ്ങോട്ട് പോകുന്നു. അപ്പോൾ ശരിക്കും പറയുകയാണെങ്കിൽ ഇത്രയും നേരം വലിയ കുഴപ്പമുണ്ടായിരുന്നില്ല. അപ്പോൾ അവിടെ നമ്മൾ വണ്ടിയും പാർക്ക് ചെയ്ത് പിന്നെ 4-5 പേരുണ്ടായിരുന്നു. അപ്പോൾ 120-125 രൂപയോളം നമ്മളവിടെ കൊടുത്ത്. അവിടെ എന്ന് വെച്ചാൽ ഒരു തേങ്ങാക്കോലയില്ല കാണാനായിട്ട്, ഒരു ചെറിയൊരു പാർക്ക് മാത്രം ഉണ്ടായിരുന്നു. അപ്പം നമ്മൾ അതും കൊടുത്തിട്ട് അപ്പോൾ നമ്മൾ വിചാരിച്ചത് എന്താണ്, ഈ ഹാങ്ങിങ് ബ്രിഡ്ജിൽ കൂടെ കടന്നിട്ട് ഇപ്പുറത്തേക്കും കൂടിയുള്ള എൻട്രി പാസ്സാന്ന് വിചാരിച്ച്. പക്ഷേ അവർ അവിടെ നമ്മളോട് പറഞ്ഞു, ടിക്കറ്റ് എടുത്ത സമയത്ത് നമ്മളോട് പറഞ്ഞില്ല എന്ത് ഇത് ഇവിടേക്ക് മാത്രമുള്ള പാസ്സാണ്, അങ്ങോട്ടേക്ക് പോകണമെന്നുണ്ടെങ്കിൽ അവരെന്താ പറഞ്ഞതെന്നറിയോ, അവിടെ തുമ്പൂർ മൊഴിയിൽ അവിടെ നിന്ന് ടിക്കറ്റ് എടുത്തിട്ട് അവിടുത്തെ ഗൈഡുകൾ പറഞ്ഞത് എന്താണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഈ ബ്രിഡ്ജ് കടന്നു കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ ഇവിടുത്തെ സംഭവങ്ങളൊക്കെ കാണാൻ, വെള്ളത്തിൽ ഇറങ്ങണം എന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് ഈ ബ്രിഡ്ജിൽ കൂടെ വന്നു കഴിഞ്ഞാൽ ഇറങ്ങാൻ പറ്റുള്ളൂ. ഇത് അവരുടെ എന്താ പറയുക ഊടായി പറഞ്ഞു. അതായത് ഇവിടെ വേറെ പാസ് ഉണ്ട്, ഒരാൾക്ക് 20 രൂപയുടെ പാസ് വേറെ ഒരെണ്ണമുണ്ട്. അപ്പോൾ അതെടുക്കണം, അതെടുത്ത് കഴിയുമ്പോൾ അതൊരു വരുമാനമാണല്ലോ. അപ്പോൾ ബ്രിഡ്ജ് പണിതതിൻ്റെ പൈസ ഇങ്ങനെയും ഈടാക്കാം. ഇവിടെ എന്താ ഉള്ളത്, ഇവിടെ ഉള്ളത് ഞാൻ കാണിച്ചു തരാം കേട്ടോ. അതെ ഇത് ഈ കുന്തം തന്നെയാണ് അവിടെയും ഉള്ളത്, മനസ്സിലായോ? ഇതുപോലത്തെ പാർക്ക് തന്നെയാണ് അവിടെയും ഉള്ളത്, വേറെ ഒന്നുമില്ല. പ്രത്യേകിച്ച് വെള്ളത്തിൽ ഇറങ്ങണം എന്നുണ്ടെങ്കിൽ പണ്ട് അവിടെ ഒരു എൻട്രൻസ് ഉണ്ടായിരുന്നു, അതിൽ കൂടെ ഇറക്കുറന്ന്. ഇപ്പോൾ അതിൽ കൂടെ ഇറക്കാണ്ട് അവിടെ അടച്ചിട്ട് ഈ ബ്രിഡ്ജിമ്മ കൂടി കടത്തി ഇവിടെ ഒരാൾക്ക് 20 രൂപയുടെ പാസ് കൊടുത്തിട്ട് ഇവിടെ ഇറക്കണം. ഇതിൽ കൂടെ ഇറങ്ങിയിട്ട് വേണം വെള്ളത്തിൽ ഇറങ്ങാൻ. ഒന്ന് ആലോചിച്ച് നോക്കിയേ, ആ പാസിൽ തന്നെ ഇങ്ങോട്ട് കൊടുത്താൽ മതിയില്ല. വെള്ളത്തിലൊക്കെ കുളിച്ച് ചൂണ്ടേക്ക് ഇട്ടിട്ടാ. പിന്നെ ചെറിയ ചെറിയ മീനുകളാണ്. ചെറിയ മീനെന്ന് പറഞ്ഞെങ്കിൽ കുറുവപ്പറല പോലത്തെ മീനുകളായിരുന്നു. പിടിച്ച് അങ്ങോട്ട് തന്നെ വിട്ട് തീരെ ചെറുതാക്കിനെ കിട്ടി. പിന്നെ വെള്ളം നല്ലോണം കുറവാണ്. നമ്മളിനിയിപ്പോൾ അപ്പുറത്ത് ചെന്നിട്ട് നമ്മൾ പോകും. ഇനി ഇവിടെ നിന്ന്
ഹാങ്ങിങ് ബ്രിഡ്ജ് കടന്ന് അപ്പുറത്ത് ചെല്ലുമ്പോൾ അവിടുത്തെ പാസ് ചോദിക്കുമെന്നാണ്. അവിടുത്തെ പാസ് നമ്മുടെ കാറിലാണ് ഇരിക്കുന്നത് കേട്ടാ. ഇവിടെ വന്നു കഴിഞ്ഞപ്പോൾ ഇവിടെ വേറെ പാസ് എടുക്കണമെന്ന് വെച്ച് നമ്മൾ നേരത്തെ പറഞ്ഞില്ലേ, അതാണ്. ഇവിടെ ഒരു കുന്തുമില്ല, ഇവിടെ അവിടെ നിന്ന് തന്നെ ഇറങ്ങാം. അതാണ്ടാ നമ്മൾ നേരത്തെ ഒരു വ്യൂ പോയിന്റ് എന്ന് പറഞ്ഞില്ലേ, ആ വ്യൂ പോയിന്റിൻ്റെ അവിടെ നിന്ന് ആദ്യം ഇറക്കിയിറങ്ങുന്ന സ്ഥലമാണ്. അവിടെ ഇറങ്ങിക്കഴിഞ്ഞാൽ നമുക്ക് ഇവിടെയൊക്കെ വന്ന് കുളിക്കാറുണ്ട്. ഇപ്പോൾ ഈ സാധനം വന്നതുകൊണ്ട് ഇവിടെ വന്ന് വേറെ 20 രൂപയ്ക്ക് പാസ് എടുക്കണം. അവിടെയും 20 രൂപ ഒരാൾക്ക്. അതൊക്കെ ഭയങ്കര കഷ്ടമാണ്. ഇവിടെ പ്രത്യേകിച്ചൊന്നുമില്ല. പിന്നെ ഇവിടെ വന്നു കഴിഞ്ഞാൽ എന്താ, ഇവിടെ ഇത്തിരി നേരം വെള്ളത്തിൽ കളിക്കാം, അതന്നെ. അതും അതിൽ കൂടെ ഇറങ്ങിക്കഴിഞ്ഞാലും സംഭവങ്ങളൊക്കെ തന്നെയാണ്. വെള്ളത്തിൽ ഇറങ്ങി കുളിക്കാനും കളിക്കാനൊക്കെ പറ്റും. അതാ ഇത് ഭയങ്കര ടൂ മച്ചായിട്ട് പരിപാടി. പൈസ പോയതിൻ്റെ അല്ല, ഒന്ന് ഇതിൽ നമ്മളവിടെ ടിക്കറ്റ് എടുക്കുമ്പോൾ പറയണ പറഞ്ഞു, ഇങ്ങനെ ഹാങ്ങിങ് ബ്രിഡ്ജിൽ കൂടെ പോയി കഴിഞ്ഞാൽ ഇവിടെ ടിക്കറ്റ് എടുക്കണമെന്നുണ്ട്. അങ്ങനെയാണെങ്കിൽ ആരും ഇങ്ങോട്ട് വരില്ല. എന്താണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഏഴാറ്റുമുഖത്തിൻ്റെ വേറെ അവിടെ ആ സൈഡ് വന്നാൽ മതിയല്ല. ഇതിപ്പോൾ ഇവർ ഇങ്ങോട്ട് കണക്ട് ചെയ്തേക്കെന്താണ്, എന്ത് ചെയ്യാനാ. അപ്പോൾ ഞങ്ങളിവിടെ നിന്ന് പോകാം കേട്ടോ. അടുത്ത വീഡിയോ കാണുമ്പോൾ ഓക്കെ, ബൈ. കുറേ മീൻ കിട്ടി, പിഴിഞ്ഞളയാണ് എല്ലാം മീൻ. ഇപ്പം നേരത്തെ പറഞ്ഞ പോലെ അതേ ഈ സംഭവങ്ങളൊക്കെ ഇപ്പോൾ ഉള്ളൂ കേട്ടോ. അതൊക്കെ കാണാൻ എന്തൊക്കെ നല്ലോണം വിശക്കണ്ട് കേട്ടോ. കുളിയൊക്കെ കഴിഞ്ഞ് കഴിഞ്ഞപ്പോൾ ഞങ്ങൾ തിരിച്ച് പോകുന്ന വഴിയാണ്. അപ്പോൾ അതേ ഇവിടെ പാർക്കിൽ അവന് കുറച്ച് നേരം കൂടി കളിക്കണം എന്ന് പറഞ്ഞ കാരണം അപ്പോൾ ഇവിടുത്തെ ഏഴാറ്റുമുഖത്തെ ചെറിയൊരു ചിൽഡ്രൻസ് പാർക്കുണ്ട്. അപ്പോൾ അവിടെ കളിച്ചുകൊണ്ടിരിക്കണം. ഞങ്ങളിങ്ങനെ നോക്കി നോക്കി കണ്ട. വരൂ മകളെ വരൂ. ഇതാ ഇതുപോലെ എഴുതി വെച്ചേട്ടൻ ഇട്ടത് വെള്ള പേപ്പറിൽ ഇങ്ങനെ ബോർഡ്. എന്ത് കാര്യത്തിനാണ് വായോർന്ന് പറഞ്ഞാൽ മതി അവിടെ ടിക്കറ്റ് എടുക്കുമ്പോഴേക്കാം. അതൊക്കെ ആ ഭാഗത്ത് മൊത്തം ഇങ്ങനെ വെയിലടിച്ചാൽ നോക്കി കണ്ടാ. ഇപ്പുറത്ത് കണ്ടാ, ഇപ്പുറത്ത് വെയിലില്ല, മനസ്സിലായ. സൂപ്പർ നല്ല ഭംഗിയുണ്ട്. രണ്ട് ഡിഫറെൻ്റ് ആണ് ഗൈസ്. അപ്പോൾ നമ്മൾ തിരിച്ച് വീട്ടിലേക്ക് പോണ വഴിക്കുള്ള സംഭവങ്ങളൊക്കെ ഉണ്ട്. തുമ്പൂർമൊഴി തന്നെയാണ് ചെറിയ ചെറിയ ഷോപ്പുകളുണ്ട്. ഐസ്ക്രീമൊക്കെ വിൽക്കുന്ന ഷോപ്പുകളൊക്കെ ഉണ്ട് കേട്ടോ, കൂൾ ഡ്രിങ്ക്സൊക്കെ. അപ്പോൾ ഞാനൊരു ടെൻഡർ കോക്കനട്ടിൻ്റെ ഐസ്ക്രീം മേടിച്ചു. അത്യാവശ്യം കുഴപ്പമുണ്ടായിരുന്നില്ല. അപ്പോൾ നമ്മൾ വീട്ടിലേക്ക് പോണ വഴിയാണ്. ഗൈസ് വണ്ടി ഓടിച്ച് ക്ഷീണിച്ച് കഴിഞ്ഞാൽ ഇപ്പോൾ നമ്മളൊരു ഐസ്ക്രീമും കാര്യങ്ങളൊക്കെ കഴിക്കാമെന്ന് വെച്ചിട്ട് നമ്മളൊരു കടയിൽ കയറിയേക്കണം. അതായത് ഏകദേശം നമ്മുടെ വീടിൻ്റെ അടുത്ത് തന്നെയാണ്. ഏകദേശം ഒരു 9 കിലോമീറ്റർ കൂടി കഴിഞ്ഞാൽ നമ്മുടെ വീടെത്തും. അപ്പോൾ നമ്മുടെ ഐസ്ക്രീം, ഞാനൊരു ചായ ഓർഡർ ചെയ്തിട്ടുണ്ടായിരുന്നു. ചായ സൂപ്പറാണ്, പറയാനില്ല, അടിപൊളിയായിരുന്നു. പിന്നെ അതുപോലെ തന്നെ ഐസ്ക്രീം ടേസ്റ്റ് ചെയ്തായിരുന്നു, അത് സൂപ്പറായിരുന്നു. അപ്പോൾ ഇത്രയൊക്കെയായിരുന്നു നമ്മുടെ ഇന്നത്തെ വിശേഷങ്ങൾ. അടുത്ത വീഡിയോ കാണും വരെ ഓക്കെ, ബൈ.